ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി എണ്ണയില്ലാത്തൊരു സ്നാക്സാണ് കേട്ടോ. 3 ടൈപ്പ് സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ 1 കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അല്പം വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ 1 ക്യാരറ്റും ബീറ്റ്റൂട്ടും എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ നല്ല വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പംകിൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് സ്വീറ്റ്നെസ് ഉള്ള. അപ്പോൾ നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് വെന്ത് കിട്ടുന്നവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ ഒന്ന് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിക്കണമെന്നില്ല, എങ്ങനെ ആയാലും മതി. ഇനി നമുക്ക് ആവശ്യം പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാനിവിടെ ആൽമണ്ടും പിന്നെ ഡേറ്റ്സും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാഷ്യൂ, വാൾനട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇടുന്നത് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവുന്ന വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ്. അതിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ പറ്റാത്തവരാണെങ്കിൽ ശർക്കര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിന് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി പിന്നെ നട്ട്സ്, ഡേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ ബനാന വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള പഴം എടുക്കാം. നമുക്കിത് പീസാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. ഒത്തിരി പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ചെറിയ പീസുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ആ പാനിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിന് ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് തേങ്ങ, പഞ്ചസാര, നട്ട്സ്, ഏലക്കപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സംഭവം റെഡിയാക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി വാട്ടി വെച്ചത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതൊരു 3 പീസാക്കി കേട്ടോ. ഇനി ഇത് കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ പഴത്തിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ആക്കുന്നത്. ഇതുപോലെ പതിയെ പതിയെ പൊട്ടാതെ നമുക്കിങ്ങനെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഫില്ലിങ് പുറത്ത് കാണാതെ നമ്മൾ നന്നായിട്ട് മൂടിയെടുക്കണം.
അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് വെച്ചിട്ടുള്ള സ്ക്വയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ക്യാരറ്റിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത മാവിലൊക്കെ തൊടുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അറിയാതെ തൊടുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ കളർ പിടിക്കും. അപ്പോൾ അതിൻ്റെ ഗ്ലാമർ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിതും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയാൽ മതി. അപ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് സൈഡൊക്കെ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കാം. ബീട്രൂട്ടിൻ്റെ സംഭവം കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബീട്രൂട്ടാണ് ഒത്തിരി കളർ കയ്യിൽ പിടിക്കുന്നത്, അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ 3 സ്ക്വയറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ആവിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് കുക്കായിട്ടുണ്ടാവും. 15 തൊട്ട് 20 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും ഇത് നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കട്ട് ചെയ്ത് നോക്കാം. ഇത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ആയത് ഇതാണ്. ഇനി അടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ബനാനയാണ് കേട്ടോ. ഇത് ഒത്തിരി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ബനാന ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇനി അടുത്തത് ബീട്രൂട്ടിൻ്റേതായ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ നല്ല അലിഞ്ഞു പോകുന്ന തരത്തിലായിട്ടുണ്ട്. ആൽമണ്ടൊക്കെ കടിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലോ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ക്യാരറ്റിൻ്റെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. നല്ല അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയത് ഇതാണ്. ഇനി നമ്മൾ അടുത്തത് പഴത്തിൻ്റെയാണ് കേട്ടോ നോക്കുന്നത്. ഇതിൻ്റെ മോൾക്ക് ഇതാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായത്. ക്യാരറ്റിനേക്കാളും അവൾക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വലിയ ഇഷ്ടമല്ല, പഴം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇത് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ബീട്രൂട്ട് പിന്നെ കമ്പാരിറ്റീവ്ലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആൽമണ്ടൊക്കെ കടിക്കുമ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാനും നമ്മൾക്ക് ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്